പതിനാലാം ദിവസം ലോക്കസ് ഓഫ് കൺട്രോൾ ആൻഡ് ദ ആർട്ട് ഓഫ് സറണ്ടർ. നിയന്ത്രണ വലയവും സമർപ്പണവും. ബൈബിൾ പശ്ചാത്തലം ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. മനുഷ്യഹിതവും ദൈവഹിതവും തമ്മിലുള്ള പൊരുത്തപ്പെടലിൻ്റെ സമുന്നതമായ മാതൃകയാണ് ഗെത്സമേൻ തോട്ടത്തിലെ ഈ പ്രാർത്ഥന. എന്താണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട്? സമർപ്പണം എന്നത് തോൽവി സമ്മതിക്കലല്ല, മറിച്ച് നമ്മുടെ പരിമിതമായ അറിവിനേക്കാൾ ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അത്. നമുക്ക് മാറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുക. അല്പം മനഃശാസ്ത്രം. ലോക്കസ് ഓഫ് കൺട്രോൾ. നമ്മുടെ ജീവിതത്തിൻ്റെ സംഭവങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മളാണോ അതോ പുറത്തു നിന്നുള്ള ശക്തികളാണോ എന്നുള്ള നമ്മുടെ വിശ്വാസത്തെയാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്കസ് ഓഫ് കൺട്രോൾ രണ്ട് തരത്തിൽ. ഒന്നാമതായി ഇൻറ്റേർണൽ ലോക്കസ്. എൻ്റെ പരിശ്രമത്തിലൂടെ എനിക്ക് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് അത്. ഇൻറ്റേർണൽ ലോക്കസ് ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്ത ബോധം നൽകുന്നു. രണ്ടാമതായി എക്സ്റ്റേണൽ ലോക്കസ് ആണ്. എല്ലാം വിധിയോ ഭാഗ്യമോ ആണെന്ന വിശ്വാസം ആണത്. ഇത് പലപ്പോഴും നമ്മെ നിസ്സഹായ അവസ്ഥയിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. സമൃദ്ധമായി ജോലിയിൽ മുന്നേറുന്ന വ്യക്തി തൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുത്ത് അധ്വാനിക്കുന്നു. അവസാനം സഹപ്രവർത്തകനായ മറ്റൊരാൾക്ക് പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ലോക്കസ് ഓഫ് കൺട്രോൾ, നിയന്ത്രണ വലയം നാം തിരിച്ചറിയേണ്ടത്. കഠിനാധ്വാനം ചെയ്യുക, കൃത്യസമയത്ത് ജോലിക്കെത്തുക, മാന്യമായി പെരുമാറുക, പരമാവധി എഫിഷ്യൻസിയിൽ ജോലി ചെയ്യുക, ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ള കാര്യങ്ങളാണ്. മേലുദ്യോഗസ്ഥൻ്റെ തീരുമാനം, സഹപ്രവർത്തകരുടെ ഇടപെടൽ, ഇതെല്ലാം എൻ്റെ പരിധിക്ക് അപ്പുറം നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളെ മാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ പലപ്പോഴും ഭാരപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നത്. എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്തു പൂർത്തിയാക്കി, ബാക്കി ദൈവം നിശ്ചയിക്കട്ടെ, ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് സമർപ്പണം. ഇങ്ങനെയുള്ള സമർപ്പണത്തിലൂടെ മനസ്സിൻ്റെ ഭാരം ലഘുവാകുന്നു. അടുത്ത അവസരത്തിന് വേണ്ടി ഒരുങ്ങുവാൻ മനസ്സ് സജ്ജമാക്കപ്പെടുന്നു. ലോക്കസ് ഓഫ് കൺട്രോളിൻ്റെ പ്രായോഗിക പരിശീലനത്തിനായി ഇങ്ങനെ ഒരു വ്യായാമം നമുക്ക് ചെയ്യാം. ഒരു പേനയും പേപ്പറും എടുക്കുക. അതിൽ 2 വൃത്തങ്ങൾ വരയ്ക്കുക. ഒരു ചെറിയ വൃത്തവും അതിന് ചുറ്റിലുമായി വലിയ വൃത്തവും. ചെറിയ വൃത്തത്തിൽ ഇൻറ്റേർണൽ ലോക്കസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ എഴുതുക. അതിന് പുറമെയുള്ള വലിയ വൃത്തത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കാത്ത കാര്യങ്ങളുടെ ഒരു പട്ടിക എഴുതുക. ഇനി പുറത്തെ വൃത്തത്തിലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവെ, ഞാൻ ഇത് നിന്നെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുക. മനസ്സിൻ്റെ ഭാരത്തെ ലഘൂകരിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ സ്വന്തമാക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക, ബാക്കിയുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഒരു കൈക്കുഞ്ഞ് അമ്മയുടെ മാറിൽ എന്ന പോലെ ദൈവത്തിൽ വിശ്രമിക്കാൻ പഠിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.